ഹായ് ഹലോ വെൽക്കം മൈ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നാരങ്ങ വേണം. അതിനുള്ള നാരങ്ങ പിച്ചാൻ വന്നതാണ് ഞാൻ. തൊടിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കാലിലൊക്കെ ചെളിയായി കേട്ടോ. കാലൊന്ന് കഴുകാണ്. തൊടിയിലിടുന്ന ചെരുപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പിയാണ് കാച്ചിൽ ബർത്ത. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കാച്ചിൽ ബർത്ത ഉണ്ടാക്കുന്നതെന്ന്. അതിന് കാച്ചിൽ ബർത്തയ്ക്ക് നമുക്ക് അലുവും കൂടി വേണം കേട്ടോ. അലുക്ക ബർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അതേ കണക്ക് നമ്മൾ കാച്ചിൽ ബർത്ത ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ താരം കാച്ചിലാണ്, അതുകൊണ്ടാണ് കാച്ചിൽ തോനെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് രുചി കൂട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നു. കാച്ചിൽ നമ്മൾ വലിയ കഷ്ണമായിട്ട് തന്നെ വെട്ടി ഇതാണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ വൃത്തിയാക്കാം. കാച്ചിൽ കഴുകി ഞാൻ ഇത് കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി പുളി കാച്ചിൽ, ചേമ്പ്, ചേന എന്നൊക്കെ പറയത്തില്ല, എല്ലാത്തിലും ഇച്ചിരി പുളിയിട്ട് വേവിക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് ചെറിയ രീതിയെങ്കിലും ചൊറിയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കർ അടുപ്പേ കയറ്റി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങിന് വേവ് കുറവാണ്, പെട്ടെന്ന് അത് വേവും. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അരിയാം. കാച്ചിൽ ഞാൻ ഉപ്പിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. കാച്ചിൽ ആദ്യം വേവിക്കുകയാണ് കേട്ടോ. വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ച് വേവുണ്ട്. കാച്ചിൽ ആദ്യം വേവിച്ച് നമുക്കിങ്ങ് എടുക്കാം. പുളിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റോ കയർപ്പെല്ലാം മാറി കിട്ടും. എന്നാൽ ചൊറിയുന്നുള്ള ടെൻഷനൊന്നുമില്ല. ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാത്തിനും ഇച്ചിരി കറി വെക്കുന്ന സമയത്ത് ശകലം പുളിമയം ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതാണ്ട് നമ്മുടെ ചേന ഇറക്കി കേട്ടോ. ചേന വെന്തോന്ന് വെച്ചാൽ കുറച്ച് വെന്ത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ക്വാണ്ടിറ്റി കുറച്ച് മതി കേട്ടോ. ഇത്രയും ഉരുളക്കിഴങ്ങ് മതി. ഉരുളക്കിഴങ്ങും കൂടെ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. നമ്മുടെ അലു ബർത്തയുടെ കാച്ചിലും ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് കേട്ടോ. അപ്പം നമുക്ക് ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട്, നല്ല ചൂടുണ്ട് ഇപ്പോൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് സ്മാഷ് ചെയ്തത്. നമുക്കിങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല സ്മാഷ് ചെയ്ത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് ഇതിനകത്തോട്ട് ഞാൻ ദാണ്ട്, അതായത് നമ്മുടെ ചേനയും ഇത് കാച്ചിലും ഉരുളക്കിഴങ്ങെല്ലാം സ്മാഷ് വെച്ച് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഇടേണ്ടത് ഉള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇനി വേണ്ടത് കുറച്ച് ഇന്ദുപ്പിടണം, ടേസ്റ്റ് കൂടെ. ഇന്ദുപ്പിട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പേരിന് വേണ്ടി. പിന്നെ വേണ്ടത് ഈ കടുകെണ്ണയാണ് കേട്ടോ. അപ്പോൾ കടുകെണ്ണ എന്ന് പറയാൻ മലയാളികൾക്കല്ല ബേ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ എന്നും ഈ കടുകിട്ടല്ലേ കടുക് താളിക്കുന്നത്. ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് കടുകെണ്ണ. കുറച്ച് കടുകെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കാച്ചിൽ കൂട്ടാണിത്. ഇതാണ് അലുക്ക ബർത്ത എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല, അതിനാണ് കാച്ചിലിൻ്റെ ബർത്ത. ഇനി ഫൈനൽ റിസൾട്ട് കുറച്ച് നിമ്പ്. കുരു വീണു, അത് ഞാൻ എടുത്ത് കളഞ്ഞോളാം കൈ വെച്ച്. നിമ്പ്, അതായത് നാരങ്ങ നമ്മൾ ഈ ബർത്തയിലോട്ട് ഇടുന്നത്. ശരീരത്തിന് നല്ലൊരു സാധനം കേട്ടോ. നമ്മൾ ഈ കളറും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു ഫലമില്ല. വരുവാ ചേട്ടൻ വിളിക്കുന്നത്, കൊണ്ടു കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ അലൂക്ക ബർത്തതാണ്ട് ഇവിടെ വെച്ചു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല കേട്ടോ. കാച്ചിലും ചേന, ചേമ്പ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പോകേണ്ടതാണ്. പണ്ടുള്ള ആളുകളൊക്കെ പറയത്തില്ലേ, ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉണ്ടാക്കില്ല. ഇതിനകത്ത് ഉള്ളി, എന്താ പറയുന്നത്, നാരങ്ങാനീര്, പച്ചമുളക് എല്ലാം കൂടെ വെക്കുമ്പോൾ ഒരു അലു ബർത്തയുടെ ഒരു ടേസ്റ്റ് വരും. അലു നമ്മൾ പേരിന് വേണ്ടി ഇട്ടിട്ടുള്ളൂ. പിന്നെ മീൻ സലാഡ്, പിന്നെ മാങ്ങ ഇട്ട് വെച്ച മീൻ കറിയാണ്. പിന്നെ ഈ ചീരത്തോരൻ, പിന്നെ മേമ്പൊടിക്ക് ഇച്ചിരി മോര് കറിയും കൂടെ ഒഴിക്കാം. അപ്പം എൻ്റെ അലുവിൻ്റെ ബർത്തയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. പച്ചമുളക്, ഉള്ളിയൊക്കെ വെച്ച് നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് കമൻസിൽ രേഖപ്പെടുത്തണേ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കന്മാരെല്ലാം കഴിച്ചോളും. ഓക്കേ.